പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അർദ്ധവാർഷിക പരീക്ഷ 1-ാം ക്ലാസ് അദ്ദീനിയാത്തു വൽ അഖ്ലാഖ് വൽ ഇംലാ എന്നീ പരീക്ഷയ്ക്ക് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, മോഡൽ ചോദ്യപേപ്പർ ഏതു രൂപത്തിലാണ്, കുട്ടികളെ എന്തൊക്കെ കാര്യങ്ങൾ പഠിപ്പിക്കണം, ദീനിയാത്തു വൽ അഖ്ലാഖ് വൽ ഇംലാ ഇവ മൂന്നും എന്താണ് എന്നീ വിഷയങ്ങളെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന വളരെ ഉപകാരപ്രദമായ വീഡിയോയാണ്. രക്ഷിതാക്കൾ മുഴുവനായി തന്നെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾ ഇത് പരിശീലിപ്പിക്കുകയും ചെയ്യുക. അവർക്ക് മുഴുവൻ മാർക്കും ലഭിക്കുന്നതിന് കാരണമാകും. നമുക്ക് ഒരു മോഡൽ ചോദ്യപേപ്പർ പരിചയപ്പെടുന്നതിന് മുമ്പ് അദ്ദീനിയാത്തു വൽ അഖ്ലാഖ് വൽ ഇംലാ എന്നുള്ളത് എന്താണെന്ന് ചെറിയ രൂപത്തിലൊന്ന് പരിചയപ്പെടാം. അദ്ദീനിയാത്ത് എന്നത് ദീനീപരമായ ഇസ്ലാമികപരമായ അടിസ്ഥാനമായ കാര്യങ്ങൾ ഉൾപ്പെട്ടതും, വൽ അഖ്ലാഖ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്വഭാവ ഗുണത്തിനിക്ക് പ്രധാനമായും വേണ്ട കാര്യങ്ങളും, വൽ ഇംലാ എന്നതിൽ തഫ്ഹീമു തിലാവയുടെ 1-ാം ഭാഗം മുഴുവനും 2-ാം ഭാഗത്തിലെ 9-ാമത്തെ പാഠം ഉൾപ്പെടെ ഉള്ളതിൽ നിന്ന് തിരഞ്ഞെടുത്ത് ചോദിക്കുന്ന, കുട്ടികളോട് എഴുതാൻ വേണ്ടി ആവശ്യപ്പെടുന്ന കേട്ടെഴുത്തുമാണ് ഇംലാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് മോഡൽ ചോദ്യപേപ്പർ ഇനി വായിക്കാം. ചോദിക്കൂ ഉത്തരം പറയാം എന്ന ശീർഷകത്തിൽ 7 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് നോക്കൂ, നമ്മെ സൃഷ്ടിച്ചത് ആര് എന്നാണ്. കുട്ടിക്ക് വേഗം പറയാൻ കഴിയും, അള്ളാഹു എന്ന് ഉത്തരം പറയാൻ കഴിയും. കാരണം ഇത് നിരന്തരമായി ഉസ്താദ്മാർ പഠിപ്പിക്കുന്നതാണ്. രണ്ടാമത്തത്, നമ്മുടെ നബി തങ്ങളുടെ പേര് എന്ത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നുണ്ടോ എന്ന് രക്ഷിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്, നബി തങ്ങൾ വഫാത്തായത് എവിടെ? കുട്ടികൾക്ക് അറിയാവുന്നതാണ്, മദീനയിലാണ് നബി തങ്ങൾ വഫാത്തായത്. എന്നാൽ ജനിച്ചതോ മക്കയിലുമാണ്. നാലാമത്തെ ചോദ്യം വന്നിട്ടുള്ളത്, നമുക്ക് അറിവ് പഠിപ്പിച്ചു തരുന്നത് ആര് എന്ന ചോദ്യമാണ്. ഉസ്താദുമാരാണ് കുട്ടികൾക്ക് കൂടുതലായും മദ്രസകളിൽ വെച്ച് അറിവ് വിജ്ഞാനം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ ഉത്തരമാണ് അവിടെ പറയേണ്ടത്. ചില കുട്ടികൾ ചോദിക്കുമ്പോൾ ഉമ്മ എന്ന് പറയാറുണ്ട്. അത് തെറ്റല്ല, ശരിയായ ഉത്തരം തന്നെയാണ്. പക്ഷേ ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉസ്താദ് എന്ന ഉത്തരത്തെയാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് അത് പഠിപ്പിച്ച് കൊടുക്കുക. അഞ്ചാമത്തത്, നമ്മെ പ്രസവിച്ചു ആര് എന്ന ചോദ്യമാണ്. ഉമ്മയാണ് പ്രസവിച്ചത്. അതൊക്കെ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളാണ്. ആറാമത്തത്, നമുക്ക് പുസ്തകം വാങ്ങാനുള്ള ക്യാഷ് തരുന്നു ആര്? അപ്പോൾ സ്കൂൾ പരമായിട്ടുള്ള മദ്രസാപരമായിട്ടുള്ള പാഠപുസ്തകങ്ങൾ, ബാഗ്, മറ്റുള്ള വിഷയങ്ങൾക്കൊക്കെ ക്യാഷ് സമ്പാദിച്ചു തരുന്നത് ആരാണ്? അത് ഉപ്പയാണ്. ഇതിൻ്റെ ആൻസറായി വരേണ്ടത് ഉപ്പയാണ്. ഏഴാമത്തത്, നമ്മെ ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും ആരാണ്? അപ്പോൾ ജീവിതം എന്നുള്ളതൊന്ന്, മരിക്കുക എന്നുള്ള ഈ 2 പ്രോസസ്സുകൾ കുട്ടികൾക്ക് അറിയുന്ന കാര്യമാണ്. 1-ാം ക്ലാസ്സിലെത്തിയ കുട്ടികളാണല്ലോ. അപ്പോൾ അവർ പറയും ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നത് അള്ളാഹുവാണ്. അപ്പോൾ ഈ ഒരു രൂപത്തിലാണ് ഈ 7 ചോദ്യങ്ങൾക്ക് കുട്ടികൾ മറുപടി പറയേണ്ടത്. ഈ ചോദ്യം ഒന്ന് നമ്മൾ കുട്ടികളോട് ചോദിച്ചു നോക്കുക. കൃത്യമായ മറുപടി അവർ പറയുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഇല്ലാത്തത് നമ്മൾ തിരുത്തി കൊടുക്കുക. അതോടൊപ്പം തന്നെ മറ്റുള്ള മദ്രസകളിൽ നിന്ന് പഠിപ്പിച്ച വിഷയങ്ങൾ കൂടെ രക്ഷിതാക്കളൊന്ന് അവരോട് ചോദിക്കുക. കൂടുതൽ തഫ്ഹീമു തിലാവയുടെ മോഡൽ ചോദ്യപേപ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ചാനൽ അപ്ലോഡ് ചെയ്യും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകരുത്. ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ്. ചെയ്യാത്തവർ അത് ചെയ്ത് കൂടണമെന്നും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്നതിന് പകരമായി നന്ദി സൂചകമായി നിങ്ങൾ കമൻറ്റിൽ താങ്ക്സോ മറ്റോ ഒന്ന് എഴുതി സന്തോഷത്തിന് വേണ്ടി അറിയിക്കുകയും ചെയ്യുക. ഇനി നമുക്ക് വായിക്കാനുള്ളത് ഇംലാ കേട്ടെഴുത്ത് എന്ന ഭാഗമാണ്. അപ്പോൾ 2ാമത്തെ പരീക്ഷയ്ക്ക് പേനയും പെൻസിലൊക്കെ കൊണ്ടുപോകണോ, സ്ലേറ്റ് കൊണ്ടുപോകണോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. 2ാമത്തെ പരീക്ഷയ്ക്കും എഴുതാനുണ്ട്. അത് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് എഴുതാനുള്ളത്. കേട്ടെഴുത്ത് ഉസ്താദ് ചോദിച്ചിട്ട് കാണാതെ കുട്ടികൾ എഴുതുന്ന പരീക്ഷ 2ാമത്തെ ദിവസമാണ് വരുന്നത്. ചില രക്ഷിതാക്കൾക്ക് അങ്ങനെ ഒരു സംശയമുണ്ട്, അത് മാറ്റുകയാണ്. അപ്പോൾ ഇത് എഴുതാനുള്ള പേപ്പർ കൂടുതലായിട്ട് മദ്രസകളിൽ നിന്ന് കൊടുക്കാറാണ് പതിവ്. ഇനി മദ്രസയിൽ ഇന്ന് ഇല്ലെങ്കിൽ അത് ഉസ്താദ് നിങ്ങളോട് തലേ ദിവസം പറയും. ചെറിയ എന്തെങ്കിലും പേപ്പറുകൾ കൈവശം വെക്കണം എന്നുള്ളത് വിവരം അറിയിക്കും.
ഉണ്ടെങ്കിൽ പറയില്ല, ഇല്ലെങ്കിൽ ഉസ്താദ് ഉണർത്തും. അത് ഓർമ്മയിലിരിക്കട്ടെ. നമുക്ക് നോക്കാം. 6 വാക്കുകളാണ് ഇതിൽ കാണുന്നത്. ഓരോന്നിനും ലഭിക്കുന്ന നിർണയിച്ചിട്ടുള്ള മാർക്കും നിങ്ങൾക്ക് അതിൻ്റെ നേരെ തന്നെ കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ 9 പാഠം വരെ ഉള്ളതിൽ നിന്നുള്ള വാക്കുകളാണ് ഇതിൽ കൊടുക്കുക. പുറമേ നിന്നൊന്നും ഉണ്ടാവില്ല. പുസ്തകങ്ങളിൽ നമ്മൾ പഠിച്ച വാക്കുകൾ തന്നെ ആയിരിക്കും. അത് ചിലപ്പോൾ പാഠത്തിൻ്റെ മെയിൻ ഹെഡിങ് ആയിരിക്കില്ല, പാഠത്തിൻ്റെ ഉൾഭാഗങ്ങളിലുള്ള വാക്കുകളായിരിക്കും. അതുകൊണ്ട് ആ ഭാഗം വിട്ടുപോകരുത്. നമ്മളൊക്കെ മെയിൻ ഹെഡിങ്ങുകൾ കുട്ടികളെ വായിപ്പിച്ചു വിടും. അത് കുട്ടികൾക്ക് എളുപ്പത്തിൽ വായിക്കാനും കഴിയും. പക്ഷേ അത് മാത്രമല്ല, അതിൻ്റെ വർക്ക് ഭാഗങ്ങളിൽ വരുന്ന വാക്കുകൾ കൂടെ കുട്ടികൾ പഠിച്ചു എന്ന് ഉറപ്പുവരുത്തുക. അതിലൊന്നാമത് വന്നിട്ടുള്ളത് നോക്കൂ, ഫലാഹൻ എന്നുള്ളതാണ്. ഫത്തഹ് തൻവീനാണ് കൊടുത്തിട്ടുള്ളത്. ഫത്തഹ് തൻവീൻ ഇട്ട് കഴിഞ്ഞാൽ അതിന് ശേഷം ഉറപ്പായിട്ടും ഒരു അലിഫ് നമ്മൾ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഫലാഹൻ എന്ന് പറയുമ്പോൾ നീട്ടാനൊന്നും ഉണ്ടാവില്ല. കുട്ടികൾ എന്ത് വിചാരിക്കും, നീട്ടാനൊന്നുമില്ലല്ലോ, സാധാരണ അലിഫ് നീട്ടാനല്ലേ ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഫലാഹൻ എന്നുള്ള അലിഫ് കൊടുക്കാതെ എഴുതും. അതല്ല അതിൻ്റെ ശരിയായ രീതി. ഫലാഹൻ എന്നുള്ളത് ഹൻ ഇട്ട് കഴിഞ്ഞാൽ ഒരു അലിഫ് കൂടെ അവിടെ ഇട്ട് കൊടുക്കണം. രണ്ടാമത്തത് മീറാസിൻ എന്നതാണ് കസ്ർ തൻവീന് വന്നത്. പിന്നെ മൂന്നാമത്തത് ഷിംതാത്തുൻ എന്നുള്ളതാണ്. ഫലാഹൻ എന്നുള്ളത് ഹബുലിനെ കുറിച്ച് പറയുന്ന പാഠത്തിലായിരിക്കും. മീറാസിൻ എന്നുള്ളത് സ വെച്ചിട്ടുള്ള വാക്കുള്ള സൗറൻ എന്നുള്ള പാഠമാണല്ലോ, അതിലേതായിരിക്കും. ഷിംതാത്തുൻ എന്നുള്ളത് ത്വ വെച്ചിട്ടുള്ള അഥവാ തൊബീബൻ ഡോക്ടറെ കുറിച്ച് പറയുന്ന ആ ത്വ എന്നുള്ള അക്ഷരം വരുന്ന പാഠത്തിൽ നിന്നായിരിക്കും ഷിംതാത്തുൻ എന്നുള്ളത്. അതിൽ ഏകദേശം ഒരു പ്രയാസമുണ്ട്. അതിന് 12 മാർക്കും നൽകിയിട്ടുണ്ട്. ഷെയ്ഖൻ അവിടെയും കണ്ടില്ല, ഫത്തഹ് തൻവീന് ശേഷം ഒരു അലിഫ്. ഷെയ്ഖൻ ഹ പഠിച്ച പാഠം ഹൈലുൻ എന്നുള്ള പാഠമാണ് എൻ്റെ ഓർമ്മ. ആ പാഠത്തിൽ നിന്നായിരിക്കും ഈ വേർഡ് വന്നിട്ടുണ്ടാവുക. ഖുർബാനുൻ എന്നുള്ളതിൽ ഖാഫുണ്ട്. കലമുൻ എന്നുള്ള പാഠത്തിൽ വന്ന വാക്കായിരിക്കും. പിന്നെ ഒരക്ഷരമാണ് ലിൻ എന്നുള്ള ഒരക്ഷരം. ലബിയുൻ മാനിൻ്റെ പാഠത്തിൽ അള്ളാഹിനെ പരിചയപ്പെടുത്തുന്നുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ലിൻ എന്നുള്ളത്. ഈ വേർഡുകളെല്ലാം കുട്ടികളോട് ഒരു പേപ്പറിൽ നമ്മൾ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ച് നോക്കിയാൽ നമുക്ക് ഏത് രൂപത്തിൽ എത്രമാത്രം അവരെ പഠിപ്പിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. എല്ലാ പാഠങ്ങളും പാഠഭാഗത്തിലെ വേർഡുകളും കൃത്യമായി കുട്ടികളെ പഠിപ്പിക്കുക. പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് കുട്ടികൾക്കെല്ലാം നല്ല മാർക്കുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. മറ്റു പേപ്പറുകൾ കിട്ടുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് വീണ്ടും അടുത്ത വീഡിയോകൾ ചെയ്യും. അതുപോലെ തന്നെ എഴുത്തു പരീക്ഷയുടെയും വായനാ പരീക്ഷയുടെയും വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതും കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നല്ല നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം.